ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ മിക്ക വീഡിയോയിലും കണ്ട എൻ്റെ ഒരു കുഞ്ഞ് ജേർണൽ ബുക്ക്, ജേർണലിനും ക്രാഫ്റ്റ് ബുക്കെന്നും പറയാം. ആ ഒരു കുഞ്ഞ് ബുക്കിട്ട് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ ചെയ്ത കുറച്ച് വർക്കുണ്ട്, അത് ചില വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടതാണെങ്കിൽ പോലും ഞാൻ കുറച്ചും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഫസ്റ്റ് പേജ് ചെറുതായിട്ട് എൻ്റെ ഒരു ബ്ലഡ് ആയപ്പോൾ ഞാൻ ജസ്റ്റ് അത് തേച്ചെന്നുള്ളൂ. അത് കീറി കളയാനുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. പിന്നെ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരന്തം ബുദ്ധം ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം ഈ ഒരു ബുക്ക് വെച്ചിട്ട്. അങ്ങനെ ചെയ്തൊരു വർക്കാണ്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഫസ്റ്റ് ചെയ്ത വർക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരുന്നതാണ്. കണ്ടോ, ഒരു മെലഡിയുടെ കവർ, അതുപോലെ തന്നെ ഈ പേപ്പറൊക്കെ ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ നല്ല വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഒരു അന്തം കൊണ്ടില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചു. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പേജ് കാണാം. നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞത് ഒരു സ്റ്റിക്കർ പേജസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ചെയ്തുള്ളൂ, എന്നാലും കുറച്ച് സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് ഐ ലവ് യു എന്നുള്ളൊരു ഇതൊക്കെ ഒട്ടിച്ച് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് കട്ട് ചെയ്യേണ്ട ഇത് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു പേജ് എന്ന് പറയുന്നത് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ചെയ്തതാണ്. ഞങ്ങൾ വലിയ ബെസ്റ്റീസൊന്നും അല്ല, എന്നാലും ജസ്റ്റ് ഇത് ഈ പേരൊക്കെ ഒന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ വെറുതെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ഇൻസ്റ്റയിലൊക്കെ നമ്മളെ കപ്പിൾസിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഒരു പിക്ചറൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നാലും ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ എഴുതിയെന്നുള്ളൂ. പിന്നെ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഈ ഒരു പേജ് ഞാൻ അങ്ങനെ മൊത്തം കൊളാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെറുതെ കീപ് സ്മൈലിനൊക്കെ ഇതൊക്കെ ഇതിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങൊക്കെ എന്തൊക്കെയോ ആയിട്ടുണ്ട്. ഇങ്ങനെ നിലട്ടെ ഹാൻഡ് റൈറ്റിങ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇത് 2-3 ഡയലോഗ് എടുത്തിട്ട് എറിഞ്ഞിട്ടുണ്ട്. വെറുതെ ഒരു രസമല്ലേ നമ്മൾ ഓരോ ടൈം ഇങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പം നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞത് ഒരു ഇലകളുടെ കളക്ഷനാണ്. ഇത് ഞാൻ വെറുതെ ചെയ്തതാട്ടോ. സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യുന്നൊരു ഐഡിയ ഇല്ലാതിരുന്നപ്പോൾ ഇങ്ങനെ കുറച്ച് ഇലകളൊക്കെ കണ്ടപ്പോൾ വെറുതെ ഒരു ചെയ്ത വർക്കാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ഒരു വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ട് നല്ലൊരു ഷൈനിങ് കിട്ടുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്തിരുന്നൊരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മൾ മറ്റേ ഈ ഒരു പേപ്പറിൻ്റെ പകരം നമ്മൾ ചായപ്പൊടി വെച്ചിട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഈ പേപ്പർ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഇത് വെറുതെ ചായപ്പൊടി ഇതിന് മേലെ അടിച്ചൊടുക്കുക ചെയ്തതുകൊണ്ട് ചെറുതായിട്ട് കണ്ടോ പേജൊക്കെ ഒന്ന് വൃത്തിയായിട്ടായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വിട്ടുപോയി, പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ ഇങ്ങനത്തെ പോലെ പേപ്പറിന് കളർ കൊടുത്തിട്ട് അതിൻ്റെ മേലെ ചിത്രമൊക്കെ വെച്ചിട്ട് ടീ എന്ന് പറഞ്ഞ് കൊടുത്തു, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. പിന്നെ വെറുതെ ഒരു പേപ്പർ ആ ഒരു കളറിൽ ഷെയ്ഡ് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുത്തു. പിന്നെ ലഞ്ച് ടൈം ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണി ആകെ വരച്ചത് കൊളായിട്ടുണ്ട്, അത് നിങ്ങൾ ആരും മെയിൻറ്റ് ചെയ്യണ്ട. അപ്പം അതും അങ്ങനെ കൊടുത്തു കേട്ടോ. നെക്സ്റ്റ് പേജ് ഞാൻ ചെയ്തത് ഈ ഒരു എൻ്റെ ബർത്ത്ഡേയുടെ ഡേറ്റും ഡേറ്റ് ഓഫ് ബർത്തും അങ്ങനെ ഉണ്ട്. ഇവിടെ തന്നെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ജനിച്ച ടൈം, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പാണ് കേട്ടോ. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ്, ഇത് എനിക്ക് പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് തന്ന സ്റ്റിക്കറാണ്. അപ്പോൾ അത് ഇതേ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് തന്നതുകൊണ്ടാണ് ഇതിൻ്റെ കോലം കണ്ട് നിങ്ങൾ കുത്തി കീറി പെണ്ണുകൊണ്ടൊക്കെ വരച്ച് എന്തൊക്കെ ആയിട്ടുണ്ട്. ഇതൊന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിക്കുണ്ട്. ഇവിടെ ഞാൻ ആദ്യം പെണ്ണുകൊണ്ട് ഹാർട്ട് ഇട്ടു, പിന്നെ ഞാൻ എൻ്റെ മേലെ കൂടെ റെഡ് കളർ കൊടുത്തു, പിന്നെ എൻ്റെ അടുത്ത് ഈ ഹാർട്ട്. അങ്ങനെ അപ്പോൾ ആ ഹാർട്ട് കിട്ടിയപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഹാർട്ട് വെച്ചിട്ടും ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജ് കാണാം. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് നമ്മൾ സിസ്റ്ററിനെ കുറിച്ച് ചെയ്തു. ഇത് നമ്മൾ ജേർണൽ ചെയ്യാൻ പറ്റിയതല്ല, എന്നാലും വെറുതെ ഞാൻ ചെയ്തെന്നുള്ളൂ. സിസ്റ്ററിനെ പറ്റി ഇലയുടെ നിഴലാണ് ഫ്രണ്ട്സ്. കണ്ടോ, സിസ്റ്ററിനെ പറ്റി ചെറുതായിട്ടൊരു പിക്ചർ വരച്ചിട്ട് സിസ്ന്ന് എഴുതിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഡയലോഗ് എഴുതി വെച്ചു. പിന്നെ നമുക്ക് നെക്സ്റ്റ് കാണാം. പിന്നെ നമ്മൾ നെക്സ്റ്റ് പേജ് തൊട്ടിട്ടാണ് എങ്ങനെയാണ് ജേർണൽ ചെയ്യാമെന്ന് പഠിച്ച് തുടങ്ങിയത് കേട്ടോ. അതും അത്ര നീറ്റായിട്ടൊന്നുമല്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ നെക്സ്റ്റ് ചെയ്തൊരു കുഞ്ഞ് വരക്കിട്ട് കണ്ടു. ഞാനിതൊരു അതിൻ്റെ മേലെ ഫിറ്റ് ചെയ്തു, കാരണം ഞാൻ മാത്രമല്ലേ ഉള്ളൂ എടുക്കാൻ. അപ്പോൾ ഞാൻ ഈ ഒരു ചെടി മേലെ ഫിറ്റ് ചെയ്തു. ഈ ചെടിയുടെ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ചില വീഡിയോയിലൊക്കെ ഉണ്ടാവുക പൂവ്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അത് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ നെക്സ്റ്റ് വർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട വർക്കാട്ടോ. അതിൻ്റെ മേലെ എന്താ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹാപ്പി ഡേ എന്ന് കൊടുത്തിട്ട് വി ഡോണ്ട് ഹാവ് എ ഗ്രേറ്റ് ഡേ, വി മേക്ക് ഇറ്റ് എ ഗ്രേറ്റ് ഡേ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് പേജാണിത്. ഇതെങ്ങനെയുണ്ട്, ഇതും അതും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു പേജാണ്. ഇതൊരു ഓയിൽ പേപ്പർ പോലെ നമ്മൾ മിഠായിയുടെ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഒരു വൈറ്റ് ഹാർട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ പിന്നെ ഞാൻ ഒരു ബ്രൗണ് പേപ്പർ ഉണ്ടാക്കിയിട്ട് അതിന് മേലെ കൊടുത്തതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ ഇയറിന് ക്രിസ്മസിൻ്റെ, ഇതെനിക്ക് ഫേവറേറ്റ് പേജാണ് കേട്ടോ. അത് ഇന്ന് ഞാൻ ചെയ്തൊരു വർക്കാണ്. ഈ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ കുറേ ആയിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇത് ഞാൻ ന്യൂ ഇയറിന് ക്രിസ്മസിനെ പറ്റി ചെയ്തൊരു വർക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സത്യം പറയാമല്ലോ, ഞാൻ
ജേണൽ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ എടുക്കും കേട്ടോ. കാരണം എൻ്റെ പോലെ അധികം സാധനങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഞാൻ ജേണൽ ചെയ്യുന്ന വീഡിയോസൊക്കെ എടുക്കും. പക്ഷെ മിക്കതും കുളമായി പോകാറാണ് പതിവ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഞാൻ കാണിച്ചെന്നാൽ അടുപ്പിച്ച് 3 വർക്ക് ചെയ്യുമ്പോൾ ഞാനത് വീഡിയോ എടുത്തില്ല. എൻ്റെ അടുത്ത് പറ്റിയ ഭയങ്കര വലിയ മിസ്റ്റേക്കാണ്. കാരണം അത് വീഡിയോ എടുക്കേണ്ടതായിരുന്നു. കാരണം ഇതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് തന്നെ ട്രൈ ചെയ്യാലോ ചെയ്യാൻ എടുക്കേണ്ടതായിരുന്നു. ബട്ട് ഞാനത് ഇത്ര കണ്ട് അടിപൊളിയാണെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എടുക്കാഞ്ഞത്. പക്ഷേ ഇതെനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി അതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ അല്ല, അതെങ്ങനെയാണെന്ന് കുറച്ചുകൂടി എടുത്തെന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. എനിക്ക് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഈ ജേണൽ ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. കാരണം ഇത്തിരി ക്രിയേറ്റിവിറ്റി സത്യം പറഞ്ഞാൽ ഉദ്ദേശിച്ചില്ല. ഞാനിത് യൂട്യൂബിലൊന്നും പോലും സെർച്ച് ചെയ്തിട്ട് പോലും ഞാൻ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ചെയ്തതാണ്. ഇനി നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇതൊക്കെ ഇത് നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ടേബിളിന്മേൽ ഇരിക്കുന്ന സംഭവമില്ല, അതൊക്കെ താത്താരെ എൻഗേജ്മെൻറ്റിനൊക്കെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ വെച്ച് എന്തൊക്കെ തട്ടിക്കൂട്ടി. പിന്നെ ഇവിടെ ജാനുവരി, അത് ചെറുതായി സ്പെല്ലിങ് തെറ്റിയതാണ് ഈ കാണുന്നത്. ജനുവരി 1 എന്ന് കൊടുത്തിട്ട് മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്ന് കൊടുത്തു. ഇത് എൻ്റെ താത്താൻ്റെ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ്റെ ഒരു കാർഡിലുണ്ടായിരുന്ന ഒരു ഇതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ തൊട്ട് കാണിക്കുന്നത് അത് ഞാൻ അതുപോലെ കട്ട് ചെയ്ത് അങ്ങനെ വെച്ചു. അതിൻ്റെ ഉള്ളിലത്തെ പേര് നെയിം ഉണ്ടായിരുന്നു വരെ, അത് കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതേ വേറൊരു വെഡ്ഡിങ് ഇൻവിറ്റേഷന് ഞാൻ ജനുവരിയിൽ നിന്ന് കട്ട് ചെയ്തു, അതേപോലെ 2025 കട്ട് ചെയ്തു. പിന്നെ എൻ്റെ താത്താൻ്റെ വെഡ്ഡിങ് ഇൻവിറ്റേഷന് ഞാൻ ഒന്നൊന്നും ആ കുഞ്ഞ് കലണ്ടറില്ലേ അതും കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ ഈ ഒരു ഗോൾഡ് പെറ്റൽസും സിൽവർ പെറ്റലൊക്കെ കണ്ടോ, ഇത് ഞാൻ നമ്മുടെ മെലഡിയുടെ കവറില്ല അതിൻ്റെ മേലെ നിന്ന് ഗോൾഡ് തിരിച്ചിട്ട് അത് സിൽവർ ആവും, സിൽവർ തിരിച്ചാൽ അത് ഗോൾഡ് ആവും. അങ്ങനെ വെല്ല പറിച്ചെടുത്ത് കഷ്ടപ്പെട്ട് ചെയ്താട്ടോ. കുറേ ഇങ്ങനെ ഒട്ടിക്കാൻ നല്ല പണിയുണ്ടായിരുന്നു. പിന്നെ ഇതൊരു വേസ്റ്റ് ബാസ്ക്കറ്റാണ്. വേസ്റ്റ് ബാസ്ക്കറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ബാസ്ക്കറ്റ് പോലെ ചെയ്തതാണ് കേട്ടോ. അധികം നമ്മൾ ബായ് 2025 2024 എടുത്തെഴുതി. വേസ്റ്റ് ബാസ്ക്കറ്റ് എന്നല്ല കേട്ടോ, ഒരു ബാസ്ക്കറ്റാണ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വെൽക്കം 2025 എന്ന് എഴുതിയിട്ടോ. അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് ഇൻവിറ്റേഷന് അതേപോലെ കുറച്ച് ഇലകളൊക്കെ കട്ട് ചെയ്ത് സൈഡിൽ വെച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്, ഇത് എല്ലാതും കൂടി എന്നെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞാനൊരു വലിയ അല്ല ഒരു അത്യാവശ്യം ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മളിതിൻ്റെ ഒരു ഫൈനൽ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.